കാര്യം കാണുവാൻ വേണ്ടി മാത്രം പാർട്ടി പ്രവർത്തകരെ ഒപ്പം നിർത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ശൈലി ഇന്നുണ്ടായതല്ല. പണ്ട് മുതലേ ഇത് തന്നെയാണ് സ്ഥിതി. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ വിരുദ്ധ സമരത്തിന് മുമ്പിൽ ഇറങ്ങുന്ന യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പലപ്പോഴും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകാറുള്ളത് പതിവാണ്. ഗുരുതരമായ പരിക്കുകളുണ്ടായി ആശുപത്രിവാസവും ചികിത്സയും തുടരേണ്ടി വരുന്ന പ്രവർത്തകരുടെ ഗതികേട് തിരിഞ്ഞു നോക്കാൻ പലപ്പോഴും ഒരു കോൺഗ്രസ് നേതാവ് പോലും ഉണ്ടാകാറില്ല. ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം ഒരു സംവിധാനവുമില്ല എന്നതാണ് വസ്തുത. സമരങ്ങളിൽ പങ്കെടുത്ത് ആരോഗ്യം നഷ്ടപ്പെടുന്ന സ്ഥിതി മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ നേരിടാറുള്ളത്. പല സമരങ്ങളിലും നേരിട്ട് പങ്കെടുക്കുമ്പോൾ അതിനെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യും. കോടതിയിലെത്തുമ്പോൾ കേസ് നടത്തുന്നതിന് വക്കീലിനെ നിയോഗിക്കാനും ജാമ്യം എടുക്കാൻ പണമുണ്ടാക്കാനും പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ നെട്ടോട്ടമോടുന്ന കാഴ്ച പതിവായി സംഭവിക്കാറുള്ളതാണ്.